ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ രാവിലെ തന്നെ ഫുഡാക്കുന്നത് ഫസ്റ്റിൽ തന്നെ ചെടികൾക്കാണ്. രാത്രി എടുത്ത് വെച്ച പഴത്തോടൊക്കെ ഒന്ന് അരച്ച്, പഴത്തോട് ധാരാളം പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് ചെടികൾക്ക് നല്ല കരുത്തിൽ വളരും, പൂവുണ്ടാവാനല്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് എൻ്റെ വേസ്റ്റ് ബക്കറ്റ്, വേസ്റ്റ് ഉണ്ടാവില്ല രാത്രിയത്തൊക്കെ എടുത്ത് വെച്ചത്, അതെല്ലാം ഞാൻ വേസ്റ്റ് കുഴിയിലേക്ക് ഇടും. വേസ്റ്റ് കുഴിയിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൃത്തിയാണ്. കാരണം എവിടെയും വലിച്ചെറിയണ്ട, കൊതുക്, ഈച്ച, പെരിച്ചായി ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ആ പാത്രമൊക്കെ കഴുകി വെച്ച് മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരും. ഇപ്പം 2 ദിവസമായിട്ട് വെയില, മഴയില്ല. പിന്നെ ഞാൻ അരച്ച് വെച്ചതൊക്കെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് എൻ്റെ പൂക്കൾക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എൻ്റെ പൂക്കൾക്ക് അത് ഒഴിച്ചു കൊടുത്താൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. നല്ല കരുത്തിൽ പൂക്കൾ ഉണ്ടാവാനും, മുട്ടുണ്ടായാലല്ലേ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പം നല്ല ചെടി ഉണ്ടായാലല്ലേ മുട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അതിന് ഏറ്റവും ബെസ്റ്റാണ് നമ്മളെ പഴത്തൊലി അരച്ച് ഒഴിക്കുക എന്നുള്ളത്. മുട്ടത്തോടും ഫസ്റ്റാണ്. ചെന്ന് എനിക്ക് മുട്ടത്തോടില്ലായിരുന്നു. അപ്പം ഞാൻ ചെടികൾക്കെല്ലാം നല്ല ഭംഗിയിൽ ഒഴിച്ച് അതിന് അധികമൊന്നും ഒഴിക്കില്ല, കുറേശ്ശെ ഒഴിക്കുള്ളൂ. കാരണം ഒലിച്ചു പോയിട്ട് കാര്യമില്ല, നമ്മൾ ഒഴിക്കുന്നതല്ല ചെടികൾക്ക് കിട്ടണമല്ലോ, ഒലിച്ചു പോവാത്ത രീതിയിൽ. പിന്നെ ഞാൻ ചെടികളൊക്കെ ഒന്ന് സംസാരിക്കും, എന്തുണ്ട്, രാത്രിയൊക്കെ സുഖമായിരുന്നോ, കൊതുക് എന്തെങ്കിലും അക്രമകാരികൾ എടുത്ത് വന്നോ എന്നൊക്കെ ഞാൻ പരിശോധിക്കും. എനിക്ക് ചെടി ഭ്രാന്ത് ഉള്ളത് കൊണ്ട് എൻ്റെ ആന്തൂറിയൊക്കെ നല്ലോണം നോക്കും. ഇപ്പം പുതിയതായിട്ട് കണ്ടത് ഞാൻ ഒച്ചി വന്ന് തിന്നളിയാം. അപ്പം അതൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഉള്ളി നട്ടതൊക്കെ എന്തായി, ഉള്ളിയൊക്കെ മുളച്ചത് പടുത്ത് നട്ടതാ ഉള്ളി, അതിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. പുല്ല് പറിക്കും, എൻ്റെ പൊന്നാങ്കണ്ണിക്ക് ഞാൻ നനച്ചു കൊടുക്കും. ഇപ്പം വെയിലാണല്ലോ, എല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് പോവുള്ളൂ. അടുക്കളയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഫുഡാണ്. നല്ല അടിപൊളി ഓട്ടടയൊക്കെ ഉണ്ടാക്കി, നല്ല നന്നായിട്ടുണ്ട് ഓട്ടട. പണിയെടുത്ത് ഇങ്ങ് തളർന്നു പോയി. ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ. നിങ്ങളൊക്കെ കഴിച്ചോ? ഇഷ്ടമായ ലൈക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ.